പുകവലി മുഖേന ഒരു രോഗം വന്നാൽ, സാധാരണ സത്യവിശ്വാസികൾക്ക് രോഗം വന്നാൽ അത് മുഖേന പടച്ചോൻ പാപങ്ങൾ പുറത്തു കൊടുക്കും. പുകവലി കൊണ്ട് കാല് മുറിക്കേണ്ടി വന്നാലോ ഒരു കുത്തുണ്ടാകും. എടാ നീ തന്നെ ഉണ്ടാക്കിയതല്ലേ ഈ അസുഖമെന്ന്. അത്തരം ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഗതികേട് നമുക്കുണ്ടാകരുത്. അതോടൊപ്പം മദ്യത്തോട് ചേർത്ത് പറഞ്ഞതാണ് മൈസിർ, ചൂതാട്ടം. ആ ചൂതാട്ടത്തിന്റെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രൂപമാണ് ലോട്ടറി എന്ന് പറയുന്നത്. എന്താണ് ലോട്ടറിയുടെ പ്രത്യേകത? ഒരാൾ വിളിച്ചു പറയുന്നു നാളെ, ഇപ്പത് പോയി ഇന്നായി, ഇന്ന് പോയി അടുത്ത മണിക്കൂറിലെന്നായി. അങ്ങനെ ആ സമയം ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. എല്ലാ 10 രൂപയുടെ ടിക്കറ്റ് എടുക്കുക, 2 കോടി. അവൻ ഇരുന്ന് ചിന്തിക്കുന്നു, 2 കോടി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ, പിന്നെ ഈ ബസ്സിൽ യാത്ര ചെയ്യണോ, കാറ് വാങ്ങിക്കൂടെ, വീടുണ്ടാക്കിക്കൂടെ, എല്ലാം ഓക്കെ ആയില്ലേ. ഈ സീറ്റിൽ നിന്ന് ഒരുത്തൻ ചിന്തിക്കാൻ അതിന്റെ അടുത്തുള്ള ആളും അതന്നെ ചിന്തിക്കുന്നത്. അപ്പുറത്തുള്ള അതേ ഓന് 2 കോടി, എല്ലാവർക്കും 2 കോടി വേണം. ആ 2 കോടിക്ക് എല്ലാവരും 10 റുപ്യ കൊടുത്തു. സംസ്ഥാനത്തുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ 10 റുപ്യ കൊടുത്തു. പിറ്റേന്ന് ഒരാൾക്ക് കിട്ടി. ഈ ഒരാൾക്ക് കിട്ടിയപ്പോ കിട്ടാത്ത 10,000 ശാപം 10 പോയി. ആ പോയ 10 ഒരുത്തനെടുത്ത്, അതാണ് 2 കോടി. വൃത്തികെട്ട പണം. ആ വൃത്തികെട്ട പണം നമുക്ക് വേണോ? വേണ്ട. ആ ചൂതാട്ടത്തിന്റെ എല്ലാ വശങ്ങളിൽ നിന്നും മാറി നിൽക്കണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധപ്പെട്ടവരെല്ലാവരും ആ വിഷയം അറിയേണ്ടതുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശയെ കുറിച്ച് ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട്. പറഞ്ഞു പോകാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ, വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പലിശയുടെ ഏറ്റവും ചെറിയ ഇനം എന്ന് പറയുന്നത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കലാണ്. ആ പദം പറയാൻ പറ്റും നമ്മുടെ നാവ് കൊണ്ട്? എന്നാ റസൂലുള്ള പറഞ്ഞു, ഗൗരവം മനസ്സിലാക്കാൻ പലിശ മുക്തമായ ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കൂ, പ്രാർത്ഥിക്കൂ. റബ്ബ് സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പലിശ ഒന്നുമില്ലാതെ കഴിയില്ല എന്ന് വിചാരിച്ചോ, അന്നൽക്ക് പടച്ചോ നടത്തും. നമുക്കൊരു വീട് വേണം, ലോൺ എടുത്താൽ, പലിശ കൊടുത്താൽ 1.5 വർഷം കൊണ്ട് സുന്ദരമായ വീട് കിട്ടും. ലോൺ എടുത്തിട്ടില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കടം വാങ്ങി അവിടുന്നും ഇവിടുന്നും സംഘടിപ്പിച്ചാൽ 4.5 കൊല്ലം കൊണ്ട് വീടാകും. തെരഞ്ഞെടുക്കുക 4.5 കൊല്ലം. 1.5 കൊല്ലം കൊണ്ടുള്ള പലിശ കൊണ്ടുള്ള വീട് നമുക്ക് വേണ്ട. 4.5 കൊല്ലം ചെത്തിത്തേക്കാത്ത വീട്ടിൽ, ഫിനിഷിംഗ് ആവാത്ത വീട്ടിൽ നമുക്ക് താമസിക്കാം. പടച്ചവനെ സ്വർഗം തരണേ, സ്വർഗത്തിലൊരു വീട് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വളരെ ബോധപൂർവം പരിശ്രമിക്കുക. കേരളത്തിലെ ചില വീടുകളിൽ തൊട്ടാൽ പോകുന്നു സ്വർണവുമായി പണയത്തിന്. മനുഷ്യന്മാരോട് വായ്പ ചോദിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ബാങ്കിലേക്ക് പോകുന്നു, പണയം വെക്കുന്നു. ഇങ്ങനെ പലിശ. വേറെ ചില ആളുകൾ അവർ നിസ്കരിക്കുന്നവരാണ്, 1ാമത്തെ സഫിലുണ്ടാകും, അവരെ തറാവീഹിനുണ്ടാകും, എല്ലാം ഓക്കെ. 2 ലക്ഷം റുപ്യ കയ്യിൽ കിട്ടി, ഒരു ജ്വല്ലറി പോ, ഇതിവിടെ നിന്നോട്ടെ, ഒരു കാര്യം ചെയ്യാം, ഒരു ലാഭങ്ങൾ നിശ്ചയിച്ചാളി. ശരി, 2 ലക്ഷം റുപ്യക്ക് ഓരോ മാസവും 10,000 റുപ്യ ലാഭം. അതെങ്ങനെ ലാഭം അവിടെ നിശ്ചയിക്കുക? 2 ആൾ കൂടിയാ ലാഭം നിശ്ചയിക്കാൻ പറ്റുമോ? ലാഭം നിശ്ചയിക്കണമെങ്കിൽ അതിന് നിശ്ചിതമായ പരിധി വരെയുള്ള വരുമാനവും ചെലവും നോക്കണ്ടേ? അതെ, കച്ചവടമല്ല അത്. കച്ചവടമാണെങ്കിൽ എന്താ പറയേണ്ടത്? ഈ 2 ലക്ഷം ഇവിടെ ഇരിക്കട്ടെ, ഇതും കൂടി ഉപയോഗിച്ച് കച്ചവടം നടത്തിയിട്ട് വർഷാവസാനം ലാഭമാണെങ്കിൽ അതിൽ ഇത്ര ശതമാനം എനിക്ക്, നഷ്ടമാണെങ്കിൽ 2 ലക്ഷത്തിൽ നിന്നും അത് നിങ്ങൾ പിടിച്ചോളൂ. അങ്ങനെ 2 ലക്ഷത്ത് പിടിക്കുന്ന അത് നടക്കൂല. നിന്റെ 2 ലക്ഷത്ത് പിടിക്കാതെ ലാഭം മാത്രം കിട്ടണം. പച്ച പലിശ, പള്ളിയിൽ 1ാം സഫിലിരിക്കുന്നവർ ചെയ്യുന്ന പച്ച പലിശ. ഏത് കച്ചവടമാണ് ലാഭം മാത്രമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്നത്? അബദ്ധത്തിൽ പെട്ടുപോയവരെ ഈ വിവരം അറിയിക്കാനും പലിശ തിന്നുന്ന ദുരന്തപൂർണമായ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനും നാം ഓരോരുത്തരും ബോധപൂർവം പരിശ്രമിക്കണം. ഊഹക്കച്ചവടം ഇസ്ലാമിൽ പാടില്ലാത്തതാണ്. ഇന്ന് ലോകം അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്തേ കാരണം? 2 മുഖ്യ കാരണങ്ങൾ. 1 പലിശ, 2 ഊഹക്കച്ചവടം. ഇസ്ലാം നിരോധിച്ച കാര്യം. ഒരു 10-15 കൊല്ലം മുമ്പ് പലിശ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയാ? 6ാം നൂറ്റാണ്ടിൽ ഒരു മതത്തിൽ പലിശ പാടില്ല എന്നുണ്ട്, ഇതൊക്കെ കാലത്ത് നടക്കുവോ എന്ന് ചോദിച്ച നമ്മുടെ നാട്ടിൽ ബഹുമാന്യനായ ഒരു മന്ത്രി കണ്ണൂർ ജില്ലയിൽ വന്ന് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചു. മുഹമ്മദ് നബിക്ക് ശേഷം അച്യുതാനന്ദൻ സർക്കാരാണ് പലിശരഹിത വായ്പ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. നബിയാണ് ഓർമ്മ വന്നത്. അതെ, അത് നമ്മുടെ ആരുടെയും ബുദ്ധിശക്തിയുടെ കഴിവല്ല, മറിച്ച് അള്ളാഹുവിന്റെ വഹയിന്റെ പ്രത്യേകതയാണ്, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. ഇന്ന് ഇസ്ലാമിക് ബാങ്കിങ് പഠിച്ച ആളുകളെ
പാശ്ചാത്യൻ ലോകം തേടുകയാണ്, ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരണം ഈ ഇസ്ലാമിക് ബാങ്കിങ് എങ്ങനെയാണ് എന്ന്. അതെ, ഈ രണ്ട് തിന്മകൾ, പലിശയും ഊഹക്കച്ചവടവുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി നിൽക്കുന്നത്. വിവാഹ ചടങ്ങ്, അമ്മോശനാകാൻ പോകുന്ന വ്യക്തി അഥവാ വലിയും വരനും അപ്പുറത്തും ഇപ്പുറത്തുമായിരിക്കുന്നു. പുതിയാപ്പിളയിട്ട പുതിയ ഷർട്ട് അമ്മോശൻ കാക്കാന്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. അവൻ ധരിച്ച പുതിയ ഷൂ, പുതിയ ചെരുപ്പ് അമ്മോശൻ കാക്കാന്റെ പൈസ കൊണ്ട്. അവൻ അവന്റെ കൂട്ടുകാരോടൊപ്പം ഈ വിവാഹ ചടങ്ങിലേക്ക് വന്ന ആ കാറിന്റെ ജീപ്പിന്റെ വാടക അമ്മോശൻ കാക്കാന്റെ പൈസ കൊണ്ട്. അവൻ തന്റെ വീട്ടിലേക്ക് വന്ന ആളുകൾക്ക് അവർക്ക് കൊടുത്ത റിഫ്രഷ്മെന്റ് അമ്മോശൻ കാക്കാന്റെ പൈസ കൊണ്ട്. അവൻ അവൾക്ക് കൊടുത്ത മഹർ അമ്മോശൻ കാക്കാന്റെ പൈസ കൊണ്ട്. പിന്നെ നീ എന്തിനാടോ ആണായത്? നട്ടല് നട്ടല് എന്ന് പറഞ്ഞാ എന്താ? ആണത്തെന്ന് പറഞ്ഞാ എന്താ? ഒരുത്തൻ കല്യാണം കഴിക്കുമ്പോ അവന്റെ മുഴുവൻ ചെലവും പെൺകുട്ടിയുടെ പിതാവ് സ്പോൺസർ ചെയ്യാ, അതാണ് സ്ത്രീധനം. എന്നിട്ട് കച്ചവടം ചെയ്യാ. എന്റെ മോനെ കാണുന്നതിന് 1 ലക്ഷം, ഓന്റെ ജോലിക്ക് 2 ലക്ഷം, എന്നിട്ട് കച്ചവടം ചെയ്യാ. ബലി പെരുന്നാളിന് മൂരിക്കുട്ടന്മാരെ കച്ചവടം ചെയ്യുന്നത് പോലെ. എന്നിട്ട് ചില കാരണവന്മാരെന്ന് പറയുന്നവർ, ഉപ്പമാരെന്ന് പറയുന്നവർ ഈ കച്ചവടത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ തള്ളിപ്പറയുന്ന ഏർപ്പാടാണിത്. അവിടുന്ന് പഠിപ്പിച്ച വിവാഹത്തിൽ മഹറാണുള്ളത്. വിവാഹത്തിൽ ഇരുമ്പിന്റെ മോതിരവും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത്? പരിശുദ്ധ ഖുർആനിൽ നിന്നും ഇന്നുന്ന ഭാഗങ്ങൾ നീ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് മഹർ നിശ്ചയിച്ച് നമുക്ക് വിവാഹം നടത്താം. അപ്പൊ റസൂലിന് ഒരു ബുദ്ധി മനസ്സിലായില്ല. അതൊരു 20 ദീനാർക്ക് വാങ്ങി പിന്നെ അതിൽ 2 ദീനാർ കൊടുത്താൻ പോരെ എന്ന് റസൂലിന് മനസ്സിലായില്ല. അപ്പൊ റസൂലുള്ള പഠിപ്പിച്ച വിവാഹത്തിനെതിരാണത്. അതുകൊണ്ട് സ്ത്രീധനം, എന്തൊക്കെയാ ന്യായങ്ങള്? വിവാഹത്തിന് ചെലവില്ലേ? അപ്പൊ അപ്പുറത്തെ ചെലവൊന്നായിട്ട് ആകാശത്ത് ഇറങ്ങുക? ആകാശത്ത് ഇറങ്ങുകയാണോ അപ്പുറത്തെ ചെലവ്? അതുകൊണ്ട് ദാനമല്ലേ? ദാനാണെങ്കിൽ തിരിച്ചു ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് സ്ത്രീധനം വൃത്തികേടാണ്. അല്ലെങ്കിലും സ്ത്രീധനം വാങ്ങിയിട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ? ഇല്ല. ബർക്കത്തില്ലാത്ത പണമാണത്. വേണ്ടെന്ന് തീരുമാനിക്കാൻ, അവിഹിതമായ ആ ധനം വേണ്ടെന്ന് തീരുമാനിക്കാൻ ഇനി നമ്മൾ മടിക്കേണ്ടതില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ കീഴിൽ ഉള്ള ഉപഘടകമായ ബിസ്മി അത് മാത്രമായിരുന്നു സ്ത്രീധനത്തിനെതിരെ ശബ്ദിച്ചതെങ്കിൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഫീച്ചറുകൾ ഇറക്കുകയാണ്, ലേഖനങ്ങൾ ഇറക്കുകയാണ്. സ്ത്രീധനം പാടില്ല. അപ്പൊ അഭിപ്രായ വ്യത്യാസമില്ലാത്ത നമ്മുടെ അഭിപ്രായ വ്യത്യാസം ഒഴിവാക്കിയാൽ മതി. അതുകൊണ്ട് ഈ വൃത്തികേട്, ഒരു മനുഷ്യൻ ഒരാട്ടുംകുട്ടിയെ നമ്മൾ ഒരാള് നമുക്ക് വെറുതെ നിങ്ങൾ എടുത്തോളിന്ന് പറഞ്ഞു. ഒരാട്ടുംകുട്ടിയെ നമ്മൾ പറയാണ് ഏയ് സ്വീകരിക്കൂല. സ്വീകരിക്കണമെങ്കിൽ ഈ ആട്ടുംകുട്ടിക്ക് കൂടുണ്ടാക്കാനുള്ള പൈസ അവിടെ വെക്കണം. അതിന് കാലാകാലം പിണ്ണാക്ക് വാങ്ങാനുള്ള പൈസ അവിടെ വെക്കണം. എപ്പോഴെങ്കിലും മൃഗഡോക്ടർ അടുത്ത് പോകേണ്ടി വന്നാൽ അതിനുള്ള പൈസ ഇവിടെ വെക്കണം. അതെന്തൊരു ന്യായ? ഒരാട്ടുംകുട്ടിയെ വളർത്തി, ഇത് പിടിച്ചോ, ഇതുപോലെ ഒരു പെൺകുട്ടിയെ വളർത്തി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത് എടുത്തോ, അങ്ങനെ എടുക്കാൻ പറ്റൂല. അവളെ പോറ്റാനുള്ള ചെലവ്, കെയർ ഓഫ് ഇരിക്ക് പോറ്റാനുള്ള ചെലവ് ഇവിടെ വെക്കണം. ഈ വൃത്തികേടിൽ ഞാൻ പങ്കുവഹിക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ വിവാഹിതരാകാനുള്ള ആൺകുട്ടികൾക്ക് സാധിക്കണം. എന്റെ മകനെ വിൽക്കില്ല എന്ന് തീരുമാനിക്കാൻ ഉമ്മാക്കും ഉപ്പാക്കും സാധിക്കണം. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അങ്ങനെ സ്ത്രീധനം, കൈക്കൂലി, അതേപോലെ കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, അവിഹിതമായ സമ്പാദ്യങ്ങൾ. മഹതിമാരായ സ്വഹാബാ വനിതകൾ രാവിലെ തങ്ങളുടെ ഭർത്താക്കന്മാർ, സ്വഹാബത്തിൽപ്പെട്ട ആളുകള് ജോലിക്ക് ഇറങ്ങിപ്പോകുമ്പോ അവർ പറയുമായിരുന്നു, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാം, ഞങ്ങൾക്ക് ദാഹം സഹിക്കാം, പക്ഷെ ഞങ്ങൾക്ക് നരകം സഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവിഹിതമായ ഒന്നും കൊണ്ടുവരരുതേ, കൃത്യമായി ജോലി ചെയ്യാതെ പണം വാങ്ങല്ലേ, അവിഹിതമായി മേശയിൽ കീശയിലിടല്ലേ എന്ന ആശയം സ്വഹാബാ വനിതകൾ പറയുമായിരുന്നു. അവിഹിതമായ സമ്പാദ്യത്തിന്റെ 1 ഇഞ്ച് നമ്മുടെ മക്കളുടെ ചോരയിലൂടെ ഒഴുകരുത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. സ്വഹാബാ വനിതകൾ നൽകിയ ആ ഉപദേശം നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകണം. ചില ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമായ സമ്പത്ത്, ആ സമ്പത്തിന്റെ പേരിൽ ചിലർ അഹംഭാവം നടിക്കുന്നു. ഞാൻ, എന്റെ വീട്, എന്റെ കല്യാണം, അതൊന്നും മോശമാകാൻ പറ്റില്ല. അപ്പുറത്ത് 4 ദിവസമാണ് കല്യാണമെങ്കിൽ പിടിച്ചൊരാഴ്ച കല്യാണം വെച്ചോ, പണം ഞാൻ അയച്ചു തരാം. നമ്മൾ മോശമാകരുത്. എവിടെ മോശമാകരുത്?
ആരോടാണ് ഈ പറയുന്നത്? ധൂർത്ത്